അങ്ങനെ ലോങ് വെയിറ്റിന് ശേഷം ഇന്നാണ് ആ ദിവസം. ഞങ്ങളിതാ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. രാത്രി ഒരു 10:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പം ഞങ്ങളൊരു 6:30 കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളെ കൊണ്ടുപോകാൻ ഹാരിസ് ബ്രോ ആണ് വന്നത്. ഞങ്ങൾ ഷോർട്ടാക്കിയിട്ട് HP എന്നാണ് വിളിക്കുക. അത് തേച്ചിട്ട പേരാട്ടോ. ഈ ഒരു സ്ഥലം എത്തിയപ്പോൾ തൊട്ടിട്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഞങ്ങളാക്കാൻ വേണ്ടിയിട്ട് അമ്മയും വന്നിരുന്നു. ലഗേജ് ഒക്കെ എടുത്തു. പിന്നെ അവരോട് രണ്ടാൾക്കാരോടും ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിതാ ഉള്ളിലേക്ക് പോവാണ് ഗൈസ്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയല്ലേ. ഞാൻ തല വെട്ടി വെച്ച പോലെ. പിന്നെയാണ് അറിഞ്ഞത് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഞങ്ങൾ ലോഞ്ചിൽ പോയി. നാം പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ചില്ല് ചെയ്തിരിക്കുക കരുതിയിട്ടോ. പിന്നെ വിഷ്ണുവേട്ടൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അമ്മേൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ടീച്ചറുടെ മോനായിരുന്നു. സോ അവരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഈസി ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അമ്മയൊന്നും ഉറങ്ങിയിട്ടില്ല, മെസ്സേജ് ഒക്കെ. അങ്ങനെ ഞങ്ങളുടെ ബോർഡിങ്ങിനുള്ള ടൈമായി. സോ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം കറക്റ്റ് 12 മണി. എന്നത് ഗൈസ് ഞങ്ങൾ തിന്നങ്ങട്ടെ ആകെ പോയില്ലേ. ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് ഞങ്ങളിതാ ഫ്ലൈറ്റിലെത്തി. ഞാൻ നോക്കുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആർഭാട് ഒട്ടും കുറച്ചില്ല. ഐ മാസ്കും നെക്ക് ട്രസ്റ്റ് ഒക്കെ എടുത്തിട്ടാ പോയത്. ആദ്യത്തെ ഫ്ലൈറ്റ് ഇവിടുന്ന് മലേഷ്യക്കാണ് കേട്ടോ. 4 മണിക്കൂർ ഇരിക്കണം. തുടക്കത്തിലൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഡൗൺ ആയി തുടങ്ങി. ഞങ്ങൾക്ക് ആകെ വയ്യാണ്ടായി, ലെഗ് സ്പേസും കുറവ്. എങ്ങനെയൊക്കെയോ ഞങ്ങൾ നേരം വെളുപ്പിച്ചു. ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ നേരെ. അങ്ങനെ രാവിലെ ഒരു 7:30 ഒക്കെ ആയപ്പോഴേക്കിനും മലേഷ്യയിലെത്തി ഞങ്ങൾ. കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലേ ഓവറും കുറഞ്ഞു. ഞങ്ങൾക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ അടുത്ത ഫ്ലൈറ്റിൽ ഓടിക്കേറി. ഈ ഫ്ലൈറ്റ് മലേഷ്യ ടു ഡനാങ് ആണ് കേട്ടോ. അങ്ങനെ എഗെയിൻ ഒരു 2-2.5 മണിക്കൂർ ആയപ്പോഴേക്കിനും ഞങ്ങൾ ഇതാ വിയറ്റ്നാം സിറ്റിയിലെത്തി. ഇവിടുത്തെ ഡനാങ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഫ്ലൈറ്റ് ഇറങ്ങിയത്. പിന്നെ വേഗം പോയി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിതാ പുറത്തേക്ക് എത്തിയപ്പോൾ ഈ ചെങ്ങായി ഇതാ ഞങ്ങളുടെ പേരൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴാട്ടോ ഞങ്ങളിവിടെ എത്തിയത്. 2 ഫ്ലൈറ്റൊക്കെ മാറി കയറി ആകെ വലഞ്ഞു. ആദ്യത്തേത് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പിന്നെ ഈ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ട് ഉച്ചയ്ക്ക്. ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. കൊണ്ടുപോകാനുള്ള വണ്ടി വന്നു ഗൈസ്. ഇവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല രസമുള്ള സ്ഥലം. 2 മണിക്ക് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് റൂമിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ പോയി. ഇവിടുത്തെ ഒരു ഫ്രൈഡ് റൈസും ഒരു ഫ്രൈഡ് ചിക്കനും ആണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ കൂടെ ഷ്രിമ്പാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിവിടെ എന്തായിരുന്നു ഞങ്ങളങ്ങനെ ഡനാങ്ങിലെത്തി. ഞങ്ങളുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബാക്കി സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ തന്നെ ലേറ്റായി. ഇവിടെ വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഇന്ന് പോവാനുള്ള പരിപാടികളൊക്കെ നേരത്തെ ആയിരുന്നു. അപ്പോൾ ടൈമൊന്നും സെറ്റായില്ല. അതുകൊണ്ട് തന്നെ ഓടി വേഗം ഒന്ന് കുളിച്ച് റെഡിയായി ഇങ്ങോട്ട് പോരുക കേട്ടോ ചെയ്തത് രണ്ടാളും. അപ്പോൾ ഞങ്ങൾ പോണത് ഇന്ന് കോക്കനട്ട് ബാസ്ക്കറ്റ് റൈഡിനാണെന്നാണ് പറയണത്. അപ്പോൾ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഞങ്ങളിങ്ങനെ ഇവർ പറഞ്ഞ വണ്ടിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. വേറെ ഫാമിലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു സ്ഥലം നല്ല രസമുണ്ട്. ആക്ച്വലി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ അപ്പുറത്ത് ബീച്ചാണ്. ഞങ്ങളോട് വേഗം റെഡിയാവാൻ പറഞ്ഞിട്ട് ആ ചെക്കനപ്പോൾ കാണാനുമില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി സമയം കിട്ടിയാൽ ഒന്നുകൂടെ ഒന്ന് സെറ്റാവുമായിരുന്നു. എന്ത് കഷ്ടം അത്. ഇപ്പോൾ ഇതിനുള്ളിൽ കയറിയിരിക്കുക. ഓനെ ഇറങ്ങിപ്പോവുകയും ചെയ്തു വേറെ ആരെയോ കൊണ്ടുവരാൻ. ഞങ്ങളങ്ങനെ ഇവിടെ ഒരു മാർബിൾ ഫാക്ടറി കാണാനായിട്ട് വന്നത്. ഇവിടെ കുറേ കുബേരനെ പോലുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കുത്തനെ അപ്പുറത്ത് കുബേരൻ. അപ്പം ഞങ്ങൾ വെറുതെ അതിനുള്ളിൽ കയറി. പക്ഷെ ഇവിടെ വലുതായിട്ടൊന്നും കാണാനില്ല. ബാക്കി ഞങ്ങളുടെ കൂടുതൽ ആൾക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. പിന്നെ പോയത് ഈ കോക്കനട്ട് ബാസ്ക്കറ്റ് റൈഡിൻ്റെ സ്ഥലത്തേക്കാട്ടോ. ഇവിടെ നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്.
ഇവിടെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. കുറേ ബാസ്ക്കറ്റുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വിയറ്റ്നാം ഫ്ലാഗ് ഒക്കെ കുത്തി വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ കയറാൻ നിൽക്കുകയാണ്. അതിൽ ബോട്ട് കയറി. ആ യെസ് റൗണ്ടോ ആ ഓക്കെ. നൈസ് വ്യൂ ആട്ടോ ഇത് അല്ലേ, കൊള്ളാല്ലേ. ഞാൻ വരെ രണ്ടാളെ നടുവില്, അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. എന്താ സംഭവം? നല്ല രസം കേട്ടോ ഇതിലിങ്ങനെ ഇരുന്ന് പോവാനല്ലേ. നല്ല രസമുണ്ട്. ഇതിങ്ങോട്ട് കറക്കണം. പോയി ഞങ്ങൾ കുറച്ച് ഇരുട്ടത്തേക്ക് എത്തി. ഇവിടെ നിറച്ചുണ്ട് കേട്ടോ. ഫണ്ണിയാണ്. ഈശ്വര ഇരുട്ട് പറഞ്ഞാൽ പറ്റില്ല. ലൈൻ കട്ട്. കറങ്ങണോ ഇങ്ങനെ? നല്ല വെയിലുണ്ട് ഇവിടെ, പക്ഷെ സഹിച്ചിങ്ങനെ ഇരിക്കുക. ഇങ്ങനെ കുറേ ഈ കൊട്ടവഞ്ചികൾ കാണാൻ നല്ല രസമുണ്ടല്ലേ. കുറേ ഒപ്പം നിൽക്കണ രസമുണ്ട്, പക്ഷെ നല്ല വെയിലാണ്. ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോൾ 2 ലൈഫ് ജാക്കറ്റൊക്കെ ഇടാൻ തന്നൂല്ലേ. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കാട്ടോ പോണത് അല്ലേ. നമ്മളൊക്കെ എന്താ കറുത്തോ? കറുത്ത് പോകില്ലേ നമ്മുടെ. അങ്ങനെ ഞങ്ങൾ കോക്കനട്ട് ബാസ്ക്കറ്റൊക്കെ പോയിട്ട് ഇപ്പം അടുത്ത സ്ഥലത്തേക്ക് എത്തി. ഇതിൻ്റെ പേരെന്താ? ഹൊയാൻ ആൻഷ്യൻ ടൗൺ അത്രേ. ഇവിടെയൊക്കെ വന്ന കുറച്ചൊരു ഫോർട്ട് കൊച്ചി വൈബ് ഉണ്ട് അല്ലേ. ചില സൈഡ് നോക്കുമ്പോൾ പോണ്ടിച്ചേരി, ചില സൈഡ് നോക്കുമ്പോൾ ഫോർട്ട് കൊച്ചി. അതുപോലെ ഗ്രാമസ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ലാൻഡേണൊക്കെ കത്തിച്ച് വിടണ എന്തോ സെറ്റപ്പാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ശരിക്കൊരു ആൻഷ്യൻ ടൗൺ തന്നെ കേട്ടോ. ഈ ലാൻഡേൺ സെറ്റപ്പിൽ മരത്തിൽ തൂക്കിയിട്ട് തന്നെ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഞങ്ങളെ കൂടെ വന്ന ചെക്കൻ ഞങ്ങളെ ഇവിടെ ആക്കി പോയി. ലാൻഡേൺ വേണോ? ലാൻഡേൺ കത്തിക്കുള്ള ലാൻഡേണൊക്കെ കയ്യിൽ തന്ന് ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ. ഈ ഒരു സ്ട്രീറ്റിൽ നല്ല തിരക്കുണ്ട്, എന്നാൽ നല്ല രസമുണ്ട്. അതെ, ഇത് പക്ഷേ ലാൻഡേൺ കത്തിക്കാനോ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു ചെറിയ വഞ്ചി പോലത്തെ ഒരു ഇതിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് ദൂരം പോകട്ടോ. എന്നിട്ട് പകുതി എത്തുമ്പോഴാണ് നമ്മൾ ഇത് കത്തിച്ച് വിടുക. നല്ല ഹാപ്പിനെസ്സും ലക്കും സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത്ര ഇത് കത്തിച്ച് ഇങ്ങനെ വെള്ളത്തിൽ വിടുന്നത്. വ്യൂ നമ്മൾ വേറെ എവിടേക്കോ പോയ പോലെ. നല്ല രസം. ഈവനിങ് ടൈം. ഇത് ഒഴുക്കാനായോ ഗൈസ്? ഇത് ഞങ്ങൾ ഒഴുക്കാൻ വേണ്ടി പോവാണ്. ഇക്കൂടുത്ത് തരണം. നമ്മളങ്ങനെ ഒരു കോർഡിനേഷനിൽ വേണം പോവാൻ. ഓക്കേ. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങളോട് 7:30 ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഈ സ്ട്രീറ്റിൽ അവർ വിൽക്കാൻ വെച്ച പലതരം ഫുഡാണ് കേട്ടോ. ഞാൻ അവിടെ നിന്നൊരു റോൾ ഐസ്ക്രീമാണ് കഴിച്ചത്, സ്ട്രോബെറി ഫ്ലേവറിൻ്റെ. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക എന്താ അത് പറ, എന്താ വിചാരിക്കുക? ബിയർ കുടിച്ചപ്പോഴാണ് ജീരകവെള്ളത്തിൽ ഐസ് ഇട്ട് വിടുന്നുണ്ട്. അതും ആദ്യം നോർമല്. അപ്പോൾ അതും ഞങ്ങൾ ഒന്ന് തണുത്തതെന്ന് പറഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് നിറയെ ഐസും കട്ടയും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. വെരി നൈസ്.
സൂപ്പിനാണോ എന്നറിയില്ല, പാത്രം വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓർഡറിലും പരിപാടിയൊന്നുമില്ല, അവരവിടെ കൊണ്ടുവരുന്നല്ലേ. ഞങ്ങൾ നടന്നതിന് കണക്കില്ല. നല്ല ദൂരമുണ്ട്. കുഴങ്ങിയിട്ട് മുടിയൊക്കെ പാടെ അങ്ങോട്ട് ചുരുട്ടി കെട്ടി ഞാൻ. കാരണം നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടുത്തെ. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ തണുപ്പൊന്നും അല്ല, നല്ല ചൂടുണ്ട്. കുറേ നടക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളിവിടെ അങ്ങനെ ഇരിക്കുകയാണ്, ഫുഡൊക്കെ വെയിറ്റ് ചെയ്തിട്ട്. അല്ലേ ഇനി വരുമ്പോൾ അറിയാം എന്താണെന്ന്. ഇന്നാണെങ്കിൽ ഫുൾ വിയറ്റ്നാമീസ് ഫുഡാണ് തരികയെന്നും പറഞ്ഞു അത്രേ. ഇതിൽ ഫ്രഞ്ച് ഫ്രൈസ് ഓക്കെയാണ്, ബാക്കിയൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിടിക്കണില്ല. പിന്നെ ഈ ഒരു ഫ്രൈഡ് ചിക്കനും ഓക്കെ. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ റൂമിൽ പോയി. ഇതാണ് ഞങ്ങളുടെ റൂം. ഹോട്ടലിൻ്റെ പുറത്തുനിന്നുള്ള ആ ഒരു വ്യൂ ഒക്കെ ഞാൻ സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നു. പിന്നെ ഇന്ന് നല്ല ടയേർഡാണ് കേട്ടോ, ഇത്രയും ദൂരമൊക്കെ പോയി വന്നതല്ലേ, കുറേ നടക്കുകയും ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ആ ഒരു വിൻഡോ എന്നുള്ള വ്യൂ. അങ്ങനെ വ്യൂ ഒക്കെ നോക്കി കുറച്ച് നേരം ചില്ല് ചെയ്ത് ഇനിയിപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കണം. സോ ഇന്ന് ഇത്രയ്ക്കാണ് ഉണ്ടായിരുന്നത്. ബാക്കി വീഡിയോസ് ഞാൻ ഓരോ വ്ളോഗായിട്ട് കാണിക്കാം. ഓക്കെ, ബൈ.